സാർ, ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇറാൻ അനുകൂലമായ ഒരു നിലപാടും അറബ് രാജ്യങ്ങൾ ഇതുവരെ സ്വീകരിച്ചില്ല. ഇപ്പം ഇറാൻ ഒരു നീക്കം നടത്തുന്നു, ഹോർമുസ് കടൽപ്പാത അടച്ചിടാൻ. അങ്ങനെയാണെങ്കിൽ ഈ ഓയിലിൻ്റെയൊക്കെ ഒരു സപ്ലൈ ഒന്ന് ബ്ലോക്ക് ചെയ്യുക, ഇതായിരിക്കും ലക്ഷ്യം. ഇന്ത്യയും ബാധിക്കും. അതാണ് ഈ യുദ്ധം എങ്ങനെ ഇന്ത്യയെ ബാധിക്കും എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഘടകം കൂടിയാണ് ഈ ഹോർമുസ് കടൽപ്പാത അയക്കുന്നത്. ഇതുവരെ ഇറാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. പല സംഘർഷങ്ങളും ഗൾഫിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, മിഡിൽ ഈസ്റ്റില്. അപ്പോഴൊക്കെ ഈ ഹോർമുസ് കടൽപ്പാത അടയ്ക്കും എന്ന് പറഞ്ഞ ഭീഷണി ഇറാൻ ഉയർത്തുകയും അടയ്ക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം കച്ചവടം അവർക്കും വേണ്ടതാണല്ലോ. അപ്പോൾ പക്ഷെ ഇപ്പം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഇനിയും ഈ പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടൽപ്പാത അയക്കും എന്ന് പറഞ്ഞു. ആഗോളതലത്തിൽ ഈ എണ്ണ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കടൽപ്പാതയാണിത്. കീ പാസേജ്, എണ്ണ ടാങ്കറുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ്, കടൽപ്പാതയാണ് ഹോർമുസ് എന്ന് പറയുന്നത്. അതായത് ആഗോള തലത്തിലുള്ള എണ്ണ ഗതാഗതം ഇല്ലേ, എണ്ണ ചരക്കായിട്ട് പോകുന്നതിൻ്റെ 20 മുതൽ 25% വരെ ഹോർമുസ് കടൽപ്പാത വഴിയാണ്. അത് ഖത്തറിൽ നിന്നുള്ള LNG ഗ്യാസ്, ഇപ്പോൾ പാഴ്സ് ഇല്ലേ, സൗത്ത് പാഴ്സ് എണ്ണപ്പാടം മറ്റേ ബോംബിട്ടത് ഇസ്രയേൽ. സൗത്ത് പാഴ്സ് ഇറാൻ്റെയും ഖത്തറിൻ്റെയും കൂടിയാണ്, സംയുക്ത സംരംഭമാണ്. അതിൽ കൂടുതൽ ഭാഗവും ഖത്തറിൻ്റേതാണ്. അപ്പോൾ ഇറാന് ഉപരോധം ഉണ്ടെങ്കിലും ഖത്തർ വഴി എണ്ണ പോകുന്നുണ്ട്. അതാണ്. അപ്പോൾ ഖത്തറിൻ്റെ എണ്ണ കൂടുതലും പോകുന്ന ഒരു കടൽപ്പാത കൂടിയാണ് ഈ ഹോർമുസ്. അപ്പോൾ ഖത്തറിനെയും ബാധിക്കുമല്ലോ, നേരിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ ഖത്തറിനെ എങ്ങനെയെങ്കിലും ഇറാന് യുദ്ധത്തിലേക്ക് വലിച്ചിടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ UAE-യിലേക്കുള്ള എണ്ണയും ഒക്കെ പോകുന്ന ഒരു കോറിഡോർ ആണിത്. ഖത്തർ ഇന്ത്യക്കും LNG തരുന്നുണ്ട്, ഹോർമുസ് വഴിയാണ് അത് വരുന്നത്. അതാണ് അത് ഇന്ത്യയും ബാധിക്കുമെന്ന് പറയുന്നത്. ഖത്തറിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അത് ഹോർമുസ് വഴിയാണ് വരുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ പറഞ്ഞ പോലെ ഈ കടൽപ്പാത, ഈ കോറിഡോർ, ഇടനാഴി വഴിയാണ് ഖത്തറും UAE-യും എണ്ണ ഗ്യാസ് വ്യാപാരം. ഇപ്പോൾ ഈ ചെങ്കടലിൽ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഹൂത്തികൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ചെങ്കടലിലെ എണ്ണ ടാങ്കറുകളുടെ യാത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കി ഹൂത്തികൾ ആക്രമിച്ചു. ഇസ്രയേലിൻ്റെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടേതും ആക്രമിച്ചു. അപ്പോൾ എണ്ണ ടാങ്കറുകൾ എങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകാൻ തുടങ്ങി ചെങ്കടൽ. അപ്പോൾ ഈ ചെലവ് കൂടി, ഇൻഷുറൻസ് തുക ഇല്ലേ കൂടി, എണ്ണ വിലയും സ്വാഭാവികമായിട്ട് വർദ്ധിച്ചു. അങ്ങനെ ചെങ്കടലിലെ ആക്രമണം ഒന്ന് നിന്നിട്ട് എണ്ണ ടാങ്കറുകൾ വീണ്ടും ചെങ്കടൽ വഴി പോയി തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണ വില കൊതിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 74 എന്നുള്ളത് 14% കൂടിയിട്ട് 7 വന്നിരിക്കുന്നതാണ്. 2019 ഇങ്ങനൊരു ഉപരോധം ഉണ്ടായിരുന്നു. ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയല്ലോ ആണവ കരാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് നമുക്കൊന്നും എണ്ണ കിട്ടുന്നില്ല മറ്റ് രാജ്യങ്ങൾക്ക് എന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് പാഴ്സിൽ നിന്നുള്ള എണ്ണ അത് സംയുക്ത ഉടമയിലായതുകൊണ്ട് ഖത്തർ വഴി മറ്റ് രാജ്യങ്ങൾക്ക് പോകുന്നുണ്ട്. അതാണ് വാസ്തവം. അപ്പോൾ ഈ ഗോൾഡ്മാൻ സാക്സ് ഇല്ലേ, അവർ പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ എണ്ണ വിതരണം ഒരു ദിവസം 1.75 മില്യൺ ബാരൽ കുറയാം, അത്രയും കുറയാം. 6 മാസത്തേക്ക് ആ കുറവ് വരാം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ എണ്ണ വിതരണം ഓരോ ദിവസവും ഗണ്യമായി, ഉൽപ്പാദനം ഇത്ര ബാരൽ എന്നുള്ളത് 1.25 മില്യൺ 1.75 മില്യൺ ബാരൽ ഓരോ ദിവസവും കുറയാം 6 മാസത്തേക്ക്. അപ്പോൾ പകരം ഒപെക് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും. ബ്രന്റ് വില അത് ഇപ്പോൾ 74 എന്ന് പറയുന്നത് ഡോളറിന് 90 രൂപ ആകാം.
2026 മാത്രമേ അത് 60-ലേക്കൊക്കെ ഒരു ബാരലിന് താഴ്ന്നു വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എണ്ണ വില കുറക്കാലത്തേക്ക് കൂടി നിൽക്കും. ഹോർമസും കൂടി കടൽപ്പാത അയച്ചാൽ പഴം, പയർ, ധാന്യം ഒക്കെ വിലക്കുറവ് ഇന്ത്യക്ക് അനുഭവപ്പെട്ടിരുന്നു. പഴത്തിനും പയറിനും ധാന്യത്തിനും വില കുറവായിരുന്നു. ഇന്ത്യയിൽ കുറവാണ് ഇപ്പോൾ. പണപ്പെരുപ്പം അത് കാരണം കഴിഞ്ഞ 75 മാസത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കുറവ് വന്ന സമയമാണിത്. 2.82% പണപ്പെരുപ്പം. 39-40 ഒക്കെയുള്ള രാജ്യങ്ങളൊക്കെ ഇല്ലേ, ഈ തുർക്കി പാകിസ്ഥാനൊക്കെ പോലെ. നമുക്ക് 2.8% മാത്രമാണ് പണപ്പെരുപ്പം. അതിന് കാരണം പഴം, പയർ, ധാന്യം വിലക്കുറവ്. 2025 മെയ്യിലെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഈ ഊർജ കേന്ദ്രങ്ങളെ ആക്രമിച്ചില്ലായിരുന്നല്ലോ ആ സമയത്തൊക്കെ. ഇസ്രയേൽ ലെവിയാത്താൻ എണ്ണപ്പാടം, ഇസ്രയേലിൻ്റെ വലിയ എണ്ണപ്പാടം അടച്ചു ഇപ്പം യുദ്ധം വന്നപ്പോൾ. ഈജിപ്തിനും ജോർദാനും എണ്ണ കൊടുക്കുന്നുണ്ടായിരുന്നു ഇസ്രയേൽ, ഈ ലെവിയാത്താൻ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള എണ്ണ. പക്ഷെ അത് അടച്ചു. അപ്പോൾ അവിടുന്ന് ഈജിപ്തിനും ജോർദാനും എണ്ണ കിട്ടാതായി എന്ന് പറഞ്ഞാൽ ഇറാനിന് മാത്രമല്ല അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇസ്രയേലിനെയും. ലെവിയാത്താൻ എണ്ണപ്പാടം അവിടെ അടച്ചു, അത് ആക്രമിക്കേണ്ട എന്നുള്ളതുകൊണ്ട്. ഇറാൻ ഒരു ദിവസം 2.2 മില്യൺ ബാരൽസ് ആണ് ഉൽപ്പാദനം. അതാണ് ഈ 1.75 മില്യൺ അതിൽ കുറവ് വരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മെയ്യിൽ 4 മില്യൺ ഒരു ദിവസം 4 മില്യൺ ബാരൽ വരെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതാണിപ്പോൾ തടസ്സം വരുന്നത്. ഗുഡ് ഹോപ്പ് റൂട്ട് ഉണ്ടല്ലോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ആ റൂട്ടിൽ 14-15 ദിവസത്തെ ഡിലേ വരുമായിരുന്നു ചെങ്കടലിനെ അപേക്ഷിച്ചിട്ട്. കാലതാമസം, ചെലവ്. 2024 സൂയസ് കനാൽ വഴി ഉള്ള LNGയുടെ ഫ്ലോ ഈ 4.15 മില്യൺ ടണ്ണായിട്ട് കുറഞ്ഞു. ഈ ചെങ്കടൽ ഹൂത്തികളെ ചെങ്കടൽ ആക്രമണം കാരണം കുറഞ്ഞു സൂയസ് വഴിയുള്ളത്. 2023 32.36 ആയിട്ട് ആയിരുന്നു ഇത്. അതാണ് ഇപ്പോൾ കുറയുന്നത്. ഈ ഗുഡ് ഹോപ്പ് വഴി LNG 5 ഇരട്ടി ആണ് അതിൻ്റെ പ്രവാഹം. 11.76 മില്യണിൽ നിന്ന് 59.37. ഈ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമിക്കുന്നത് കൊണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗ്യാസിൻ്റെ പ്രവാഹം 5 ഇരട്ടിയായി ഉയർന്നു, വർദ്ധിച്ചു. ഇറാനും ഒമാനും ഇടയ്ക്കുള്ള ഒരു നാരോ ആയിട്ടുള്ള പാതയാണ് ഈ ഹോർമസ് എന്ന് പറയുന്നത്. ഇറാനും ഒമാനും ഇടയ്ക്കുള്ളത് ഇടുങ്ങിയ പാത. ഒരു കപ്പലിനൊക്കെ പോകാൻ പറ്റുള്ളൂ, ഒരു കപ്പലിനൊക്കെ പോകാവുന്ന ഇടുങ്ങിയ പാതയാണ്. ഗൾഫിൻ്റെ വടക്ക് ഭാഗത്തെ ഈ തെക്ക് ഭാഗത്തുള്ള ഗൾഫ് ഓഫ് ഒമാൻ കടലിടുക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാതയാണത്. ഗൾഫിൻ്റെ വടക്ക് ഭാഗത്തിന് ഗൾഫ് ഓഫ് ഒമാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാതയാണ് ഹോർമസ്. അത് കഴിഞ്ഞാൽ പിന്നെ അറബിക്കടലാണ്. 33 കിലോമീറ്റർ വീതി ആണ് അതിനുള്ളത്. ഇരുവശവുമുള്ള കപ്പൽ പാത 3 കിലോമീറ്റർ മാത്രമാണ്, ഈ പറയുന്ന കപ്പൽ ചാൽ. മിഡിൽ ഈസ്റ്റ് ക്രൂഡ് ഓയിൽ ഉൽപ്പാദകർക്ക് ഈ ആഗോള വിപണി അതിനുള്ള പാതയാണ് ഈ ഹോർമസ്. 2022 21 മില്യൺ ബാരൽ ഒരു ദിവസം ഇതുവഴി പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം 21 മില്യൺ ബാരൽ ഹോർമസ് വഴി. ആഗോള വിപണിയുടെ 21% ആണത്. എന്ന് പറഞ്ഞാൽ ഹോർമസ് അടച്ചാൽ ആഗോള വിപണിയിലേക്ക് ഇപ്പോൾ 21% എണ്ണ അതുവഴിയല്ലേ പോകുന്നത്, അതിന് തടസ്സം വരും. അപ്പോൾ ആഗോള തലത്തിൽ രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കും. എണ്ണ കിട്ടുക എന്നുള്ളത് പ്രശ്നമാവും. ഇന്ത്യക്കും ബാധകമാണ്. അപ്പോൾ $100 വരെ ആകാം ഒരു ബാരലിന് എണ്ണ വില എന്ന് പറയുന്നുണ്ട്.
സൗദി, ഇറാൻ, UAE, കുവൈറ്റ്, ഇറാഖ് ഈ രാജ്യങ്ങളൊക്കെ ഭൂരിപക്ഷവും അവരുടെ എണ്ണ ഹോർമുസ് വഴിയാണ് പോകുന്നത്. ഇറാൻ, UAE, കുവൈറ്റ്, ഇറാഖ്. അപ്പോൾ ഇറാനും ഖത്തറും മാത്രമൊന്നുമല്ല, മറ്റ് രാജ്യങ്ങളുടെയും ഹോർമുസ് വഴി തന്നെ. ഏഷ്യയ്ക്ക് UAE-യിൽ നിന്ന് 2.6 മില്യൺ ബാരൽ കിട്ടുന്നുണ്ട്. അതും ഹോർമുസ് വഴിയാണല്ലോ. സൗദിക്ക് പക്ഷേ ഹോർമുസ് വഴി അല്ലാതെയും പോകാം, എണ്ണ കൊണ്ടുപോകാം. ഖത്തറാണ് ഏറ്റവും വലിയ LNG ഉൽപ്പാദക രാജ്യം. പക്ഷെ അത് മൊത്തവും ഹോർമുസ് വഴിയാണ്. അപ്പം അതിനെയാണ് ബാധിക്കുക. ഇതുവരെ ഹോർമുസ് ഇറാൻ അടച്ചിട്ടില്ല. അത് അടയ്ക്കുന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. അത് യുദ്ധം നീണ്ടാൽ ചിലപ്പോൾ സംഭവിക്കാം. കാരണം അവരുടെ ഉൽപ്പാദനം നിൽക്കുകയാണല്ലോ. അതെ, അവരുടെ ഉൽപ്പാദനം നിൽക്കുന്നു. ഖത്തറിനും അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെ ഒടിഞ്ഞു പോകും. അല്ല, ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഹോർമുസ് കൊണ്ട് ആവശ്യമില്ല, അതടയ്ക്കുക എന്നുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അതിന്റെ ദുരന്തം അനുഭവിക്കും. അപ്പോൾ ഇന്ത്യയും അനുഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.